കുർബാന കൂദാശകളുടെ കൂദാശയാണ്. കാരണം കുർബാനയിൽ ഈശോ തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് പങ്കിട്ട് തരുന്നു. സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയ്ക്ക് 9 ഭാഗങ്ങളുണ്ട്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര, അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ 2-ാം ഭാഗം, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ഇങ്ങനെ 9 ഭാഗങ്ങളായിട്ടാണ് സീറോ മലബാർ സഭയുടെ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത്. ആമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ സെഹിയോൻ ശാലയിൽ ഈശോ കുർബാന സ്ഥാപിച്ചത് ഓർത്തുകൊണ്ടാണ്. അതാണ് നമ്മൾ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോലെന്ന് പാടുന്നത്. അതിൻ്റെ 2-ാമത്തെ ഭാഗം പാടുന്ന ഓർക്കുന്ന നല്ലതായി അവസരത്തിൽ. അനുരഞ്ജിതരായി തീർന്നിടാം. എന്നിട്ട് എങ്ങനെയാ? ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. വീണ്ടും 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 ഞാൻ ആവർത്തിക്കുന്നു, കുർബാനയ്ക്ക് മുൻപ് നമ്മളെല്ലാവരും കരങ്ങൾ കൂപ്പി നിന്ന് ഏതാനും നിമിഷങ്ങൾ ധ്യാനിക്കണം. എനിക്ക് ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടോ? എന്നോട് ആർക്കെങ്കിലും വെറുപ്പോ വിരോധമോ ഉള്ളതായി എനിക്കറിയാമോ? മത്തായി 5:23-24 കൃത്യമായിട്ട് പറയുന്നു, നിനക്ക് ആരോടെങ്കിലും വെറുപ്പോ വിരോധം ഉണ്ടെങ്കിൽ അല്ല, നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബലിവസ്തുക്കൾ അവിടെ വെക്ക്, ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടുക, എന്നിട്ട് മതി എനിക്ക് നിന്റെ ബലിയെന്ന്. അപ്പം അനുരഞ്ജിതരായിട്ട് വേണം നാം ബലി അർപ്പിക്കാൻ. അതൊരു മസ്റ്റാണ്. ആ കണ്ടീഷനിൽ കർത്താവിന് ഒരു ഒഴിവ് കഴിവുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ വളരെ പ്രയാസത്തോടുകൂടി ചില അൽമായർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നത്, സമർപ്പിതര്, മെത്രാന്മാരും അച്ഛന്മാരും സന്യസ്തരും, നിങ്ങളൊക്കെ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നുള്ളതിന് മുമ്പിൽ അതിനുശേഷം നിങ്ങളുടെ ചെയ്തികളെ കാണുമ്പോൾ പകപോക്കുന്ന പൗരോഹിത്യം പോലെ തോന്നുന്നു. ഇത് തമ്മിൽ ഒത്തുപോകുന്ന കാണുന്നില്ലല്ലോ. പക്ഷെ നിങ്ങളൊക്കെ കുർബാനയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ആരാധിച്ചിരിക്കുന്ന കാണുന്നുണ്ട്. എന്നിട്ട് ഒരു അൽമായൻ എന്നോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു ഉപമ ഞാനൊന്ന് സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഒരു വ്യക്തിയെ പേനായി കടിച്ചു, പേപ്പട്ടി കടിച്ചു. എന്നിട്ട് ഇയാൾ ആശുപത്രി കൊണ്ടുചെന്നാക്കി. ഇയാൾക്ക് പേ ഇളകിയിട്ടില്ല. ആശുപത്രിയിൽ ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് നേഴ്സിനോട് ചോദിച്ചു, ഒരു കടലാസും പേനയും തന്നേ. അപ്പം നേഴ്സ് ഒരു കടലാസും പേനയും കൊടുത്തു. ഇയാൾക്ക് പേ ഇളകിയിട്ടില്ല, പേപ്പട്ടി കടിച്ചിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഇയാളിങ്ങനെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ നേഴ്സ് വന്ന് ചോദിച്ചു, ചേട്ടൻ എന്താ എഴുതുന്നത്? ഇതൊരു കഥയാണ്, ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. എന്താ എഴുതുന്നത്? നേഴ്സ് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറയാണ്, എനിക്ക് പേ ഇളകുകയാണെങ്കിൽ ആരെയൊക്കെ ഞാൻ കടിക്കണമെന്ന് ഓർത്ത് പേരുകൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ അൽമായൻ ചോദിക്കുകയാണ്, നിങ്ങൾ സമർപ്പിതരൊക്കെ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ആരോടൊക്കെയാണ് പക പോക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണോ എന്ന്. വളരെയേറെ ഞാനും സമർപ്പിത സമൂഹവും ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇന്ന് വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിൽ വെറുപ്പും വൈരാഗ്യം വെച്ച് ബലി അർപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. അത് ഒരു മെത്രാനും ഇല്ല, അച്ഛനും ഇല്ല, അൽമായനും ഇല്ല. ആമുഖ ശുശ്രൂഷയിൽ ഈ ഒരുമയുടെ ചിന്തയോടെ വേണം നാം ബലി ആരംഭിക്കാനായിട്ട്. എന്നിട്ട് നസറസിലെ ബേത്ലഹത്ത് ജനിച്ച യേശുവിൻ്റെ ജനനം ഓർത്തുകൊണ്ടാണ് കുർബാന ആരംഭിക്കുക. അത്യുന്നതമാം സ്വർലോകത്തെ മാലാഖമാരോട് ചേർന്ന് പാട്ട് പാടിക്കൊണ്ട് ഈശോയുടെ ജനനം ഓർക്കുകയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുന്നു. അപ്പ എന്ന് നമ്മൾ ഒരുമിച്ച് വിളിക്കുകയാണ്. ആരാ അപ്പ എന്ന് ഒരുമിച്ച് വിളിക്കുക? മക്കളാണെങ്കിൽ സഹോദരന്മാർ. ഒരുമയോടെ ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ അപ്പ എന്ന് ഒരുമിച്ച് വിളിക്കുകയാണ്. നമ്മളൊക്കെ സഹോദരന്മാരാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. പിന്നെ സങ്കീർത്തനം ആലപിക്കുന്നു. സങ്കീർത്തനം ആലപിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയാണ് നമ്മൾ ഓർക്കുക.
ദാവീദ് ആടുകളെ പുൽത്തകടിൽ മേയിക്കാൻ വിട്ടിട്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനം ഓർത്തു. ആ ദാവീദിനോട് ചേർന്ന് നമ്മളും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നൽകിയ പരിപാലനം ഓർക്കുന്ന സമയമാണത്. അത് കഴിഞ്ഞാൽ ഉത്ഥാന ഗീതം ആലപിക്കുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ബേസ്, അടിസ്ഥാനം. നോക്ക്, ഈശോ ഈ ഉത്ഥാന അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്, ശിഷ്യന്മാരെ തന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്തേ? വീട്ടിൽ ഒരു പെൺകുട്ടിയെ ഉയർപ്പിച്ചു, റോട്ടിൽ ഒരു യുവാവിനെ ഉയർപ്പിച്ചു, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് കല്ലറയിൽ ലാസറിനെ ഉയർപ്പിച്ചു. എന്നിട്ടാണ് ഈശോ 3-ാം നാൾ ഉത്ഥാനം ചെയ്തത്. ആ ഉത്ഥാന രഹസ്യം ഉൾക്കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനവും മരണശേഷമുള്ള നമ്മുടെ ഉയർപ്പും ഏറ്റുപറയുന്ന സമയമാണ് ഉത്ഥാനഗീതം ആലപിക്കുമ്പോൾ. ഇതൊരു പാക്കേജാണ്. ഈശോയുടെ ജനനം മുതൽ ഉത്ഥാനം വരെ ഓർക്കുന്ന ഒരു പാക്കേജാണ് ആമുഖ ശുശ്രൂഷ. അതിൻ്റെ ആരംഭത്തിലാണ് ഒരുമയുള്ളവരാകണം, വെറുപ്പും വൈരാഗ്യമില്ലാത്തവരാകണം എന്നുള്ള താക്കീത്. ഇനി കുർബാനയുടെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ വചന ശുശ്രൂഷ. കുന്നിൻ ചെരുവിലും കടൽ തീരത്തും സിനഗോഗിലൊക്കെ പഠിപ്പിച്ച യേശുവിനോട് ചേർന്ന് വചനം നമ്മൾ പ്രഘോഷിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ നോക്കിക്കൊണ്ട് നമ്മൾ വചന പ്രഘോഷം നടത്തുന്നു. പിന്നെ കാറൂസ്ത പ്രാർത്ഥന ചെല്ലുന്നു. വചന ശുശ്രൂഷയിൽ വായിച്ചു കേട്ട വചനത്തോട് പ്രാർത്ഥനയിൽ പ്രതികരിക്കുന്നതാണ് കാറോസൂസ. ഇത്രയും കഴിയുമ്പോൾ 2 ഭാഗം കഴിഞ്ഞു. ആമുഖ ശുശ്രൂഷ കഴിഞ്ഞു, വചന ശുശ്രൂഷ കഴിഞ്ഞു, പിന്നെ ഒരുക്ക ശുശ്രൂഷ. കാസയിലും വീഞ്ഞൊഴിക്കുമ്പോൾ, 2 തുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ അതിനൊക്കെ അർത്ഥമുണ്ട്. ഈശോ രക്തം ചിന്തുന്നതിനെ സൂചിപ്പിക്കുന്നു. കാസയിൽ വീഞ്ഞൊഴിക്കുമ്പോൾ, 2 തുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ, കർത്താവിൻ്റെ തിരുവിലാവിൽ കുന്നകൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളം ഒഴുകിയ സംഭവം ഓർക്കുന്നു. ഒപ്പം തന്നെ വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു, വെള്ളം നമ്മളെ സൂചിപ്പിക്കുന്നു. വീഞ്ഞും വെള്ളവും കൂടി കലരുന്ന പോലെ യേശുവും ഞാനും ഒന്നായി ചേർന്ന് ബലിയർപ്പിക്കുന്ന സൂചന കൂടിയുണ്ട് അവിടെ. പീലാസയിൽ തിരുവോസ്തി കുരിശടയാളത്തിൽ വെക്കുമ്പോൾ ഈശോ യൂതന്മാർക്ക് ഏൽപ്പിക്കപ്പെടുന്ന സംഭവം ഓർക്കുന്നു. കാസിയും പിലാസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലിപീഠത്തിൻ്റെ നടുവിലേക്ക് വരുമ്പോൾ കാൽവരി കുന്നിലേക്ക് കുരിശ് ചുമന്നു പോകുന്ന യേശുവിൻ്റെ പീഡാനുഭവ രംഗം. കാസിയും പിലാസിയും കുരിശാകൃതിയിൽ ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ കുരിശ് മരണം. കാസിയും പിലാസിയും ബലിപീഠത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. നമുക്കറിയാം, ഈ ബലിപീഠം 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ കല്ലറ, ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനം. ഇവിടെ കർത്താവിൻ്റെ കല്ലറയിൽ മൃതശരീരം ഇറക്കി വെക്കുന്നു. പിന്നെ ശോശപ്പ് കൊണ്ട് ഇങ്ങനെ മൂടുന്ന കണ്ടിട്ടില്ലേ? കർത്താവിൻ്റെ കല്ലറവാതിൽ കല്ലുരുട്ടി മൂടുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ശോശപ്പ് ചുരുട്ടി വയ്ക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശൂന്യമായ കല്ലറയിൽ ചുരുണ്ട് കിടന്നിരുന്ന കച്ചയാണ് അപ്പോൾ സൂചിപ്പിക്കുക. ഇങ്ങനെ കുർബാനയിൽ ഓരോ അനുഷ്ഠാനങ്ങൾക്ക് അടയാളങ്ങൾക്ക് അർത്ഥമുണ്ട്. ഈ ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ കൈ കഴുകുന്നത്, അവിടെ ചെന്ന് പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന നല്ലതാ. കൃപാസമുദ്രത്തിൽ, കർത്താവ് തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയെന്ന് സൂചിപ്പിക്കുന്നത്. കൃപാസമുദ്രം, കടൽ പോലെയാണ് ദൈവത്തിൻ്റെ കൃപ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്തത് അനാഫ്രയാണ്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അടുത്ത അനാഫ്ര. അനാഫ്രയ്ക്ക് മുമ്പായിട്ടാണ് വിശ്വാസ പ്രമാണം ചെല്ലുന്നത്. AD 375 നിക്കിയ സുനാദോസിലും AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുനാദോസിലും രൂപം കൊണ്ട വിശ്വാസ പ്രമാണ പ്രാർത്ഥനയാണ് തലമുറ തലമുറയായിട്ട് ചൊല്ലി ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കുർബാന ടെക്സ്റ്റിൽ വാക്കുകളൊന്നും മാറ്റി ചെല്ലാൻ അച്ഛന്മാർക്കോ മെത്രമാർക്കോ ആർക്കോ അധികാരമെന്ന് മാർപ്പാപ്പ പറയുന്നതെന്ന് അറിയാവോ? കാരണം പണ്ട് കാലത്തുനിന്ന് വരുന്ന പ്രാർത്ഥനകൾക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് യേശുവിൻ്റെ പഠനങ്ങൾ. അതൊക്കെ ഞാൻ തോന്നിയ പോലെ, വായെ തോന്നിയ പോലെ ചെല്ലിയാൽ യേശുവിൻ്റെ കാലത്തെ പഠനങ്ങൾ എങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറി പോവുക? എൻ്റെ പഠനമല്ലേ പിന്നെ പോവുക. അതുകൊണ്ടാണ്. അപ്പോൾ AD 325 നിക്കിയ സുനാദോസിലെ വിശ്വാസ പ്രമാണ പ്രാർത്ഥനയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകണം ഞാൻ ആ വിശ്വാസ പ്രമാണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ. പിന്നെ അനാഫ്രയിലേക്ക് കടന്നാൽ അവിടെ ആദ്യം തന്നെ പ്രണാമയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അനാഫ്രയിലാണ് കൂദാശവചന പ്രാർത്ഥന വരുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ കൂദാശവചന പ്രാർത്ഥന ചൊല്ലുമ്പോൾ കാസയിൽ രക്തം, പീലാസയിൽ ശരീരം. ശരീരരക്തങ്ങളുടെ വേർതിരിവ് വീണ്ടും മരണത്തെ സൂചിപ്പിക്കുന്നു. ഒപ്പം സെഹ്യോൻ ശാലയിൽ അന്ത്യത്താഴ വേളയിൽ ഈശോ കുർബാന സ്ഥാപിച്ച നിമിഷങ്ങൾ നാം ആ സമയത്ത് ഓർക്കുന്നുണ്ട്. അനാഫ്രയുടെ നടുവിൽ കൂദാശവചന പ്രാർത്ഥന വരുന്നു. അതുപോലെ തന്നെ റൂഹാഷണ പ്രാർത്ഥനയുടെ അവസാനം വരുന്നുണ്ട്. അതിനിടയ്ക്കുള്ള മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല.
റൂഹാക്ഷണ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ ശരീരരക്തമായി മാറുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. ദ ഹോൾ അനാഫ്ര ഈസ് കോൺസെക്രേറ്ററി. എപ്പോഴാണ് അപ്പവും മീഞ്ഞും കർത്താവിൻ്റെ ശരീരരക്തമായി മാറുന്നത് ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. ദ ഹോൾ അനാഫ്ര ഈസ് കോൺസെക്രേറ്ററി എന്ന് പറഞ്ഞാൽ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ ശരീരരക്തമായി മാറുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്നത് ഈ റൂഹാക്ഷണ പ്രാർത്ഥനയിലാണ്. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയുണ്ടല്ലോ, റൂഹാക്ഷണ പ്രാർത്ഥന. ആ സമയത്താണ് പൂർത്തിയാകുന്നത്. ഈ അനാഫ്ര, ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര. പിന്നെയാണ് അനുരഞ്ജന ശുശ്രൂഷ, ഒന്നാം ഭാഗം. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. നമ്മൾ ഏതൊരു പാപം ചെയ്യുമ്പോഴും ദൈവമായുള്ള ബന്ധം മുറിയും, മനുഷ്യനായുള്ള ബന്ധം മുറിയും. രണ്ട് ദിശയിൽ മുറിവുണ്ടാക്കും. ഈ രണ്ട് ദിശയിൽ മുറിവുണക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം, അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം. ഇവിടെ ദൈവവുമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുണക്കുന്ന ഭാഗമാണ്. ഇത് മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുണക്കുന്ന ഭാഗമാണ്. കലഹം മാറ്റാം ഭിന്നത നീക്കിയിടാം. ഈ പാട്ടൊക്കെ അർത്ഥം മനസ്സിലാക്കിയാണോ പാടണേ? തമ്പുരാനെ, ചിലപ്പോൾ ഞാൻ ആലോചിക്കും, കലഹം മാറ്റാം ഭിന്ന തലേ കാട്ടിയിട്ട് ചിലർ പാടുന്നത് കുറെ മാറും എന്നുള്ള ചിന്തയിലാണ്. അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുന്നവൻ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുക. ഞാൻ ഓർക്കണം, നമ്മളെല്ലാവരും ഓർക്കണം. ഈ അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗത്തിന് രണ്ടാം ഭാഗത്തിന് നടുവിലാണ് വിഭജന ശുശ്രൂഷ. തിരുവോസ്തി രണ്ടായിട്ട് മുറിക്കുന്ന കണ്ടിട്ടില്ലേ? കർത്താവിൻ്റെ കുരിശു മരണമാണ് അനുഷ്ഠിക്കപ്പെടുന്നത്. ആ വാക്ക് പ്രത്യേകം ഓർക്കണം. ഓർക്കല്ല, ആക്ച്വലി ടേക്കിംഗ് പ്ലേസ്. അത് വ്യത്യാസം. കർത്താവിൻ്റെ കുരിശുമരണം തിരുവോസ്തി രണ്ടായിട്ട് മുറിക്കുമ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നു കർത്താവിൻ്റെ കുരിശുമരണം. തിരുശരീരം തിരുരക്തത്തിൽ മുക്കുമ്പോൾ ശരീരവും രക്തവുമായുള്ള സംയോജനം. വിഭജിച്ച ഭാഗങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ വീണ്ടും ഈശോയുടെ ഉത്ഥാനം അനുഷ്ഠിക്കപ്പെടുന്നു. ചിലർ ചോദിക്കും, കുർബാന സ്വീകരണത്തിന് എന്താ ഞങ്ങൾക്ക് തിരുശരീരവും തിരുരക്തവും തരാത്തതെന്ന്. ഈ വിഭജന ശുശ്രൂഷയിൽ രണ്ടു കൂടി ഒന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തിരുശരീരം മാത്രം സ്വീകരിച്ചാലും ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന പോലെ തന്നെയാണ്. ഈ സൗകര്യം ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ കൊടുത്താലും വിരോധമില്ല. അപ്പോൾ വിഭജന ശുശ്രൂഷയിൽ ഈശോയുടെ മരണവും ഉത്ഥാനവും അനുഷ്ഠിക്കപ്പെടുന്നു. ഈ സമയവും ഒക്കെ നമുക്കല്ലേ ഉള്ളൂ, സമയക്രമങ്ങളൊക്കെ. ദൈവത്തിന് സമയമില്ലല്ലോ. ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. കർത്താവ് മരിച്ചത് 2000 കൊല്ലം മുമ്പ്, ഞാൻ കുർബാന അർപ്പിക്കുന്നത് ഇപ്പോൾ എന്നൊക്കെ ഞാനാണ് പറയുന്നത്. 2023 എന്നൊക്കെ ഞാനാണ് പറയുന്നത്. ദൈവത്തിന് ഹീസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. എല്ലാം ഒരു നിമിഷമാണ്. അപ്പോൾ ഞാനിവിടെ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെയാണ് ഈശോയുടെ മരണം നടക്കുന്നത്. ഈശോയുടെ മരണം നടക്കുമ്പോൾ തന്നെയാണ് ഞാൻ കുർബാന അർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. സോ ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ഈ അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുകയാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര, അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗം, അനുരഞ്ജന ശുശ്രൂഷ, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം. ഇനിയാണ് ദൈവൈക്യ ശുശ്രൂഷ. കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, വാങ്ങി ഭക്ഷിക്കുക, പാനം ചെയ്യുക. കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ നോക്കി കണ്ടുപോകുവിനെന്ന്. രണ്ടു തരം കുർബാന ഇല്ലെന്ന് എൻ്റെ കാഴ്ചപ്പാട്. കുർബാനയ്ക്ക് വരുന്നവർക്ക് കുർബാന സ്വീകരിക്കണം. യോഗ്യത ഉണ്ടാക്കണമെന്നേ. ലഘുപാപം ഉള്ളതെന്നുണ്ടെങ്കിൽ അനുദപിച്ച് അനുരഞ്ജന ശുശ്രൂഷയിൽ അനുദപിച്ച് കുർബാന സ്വീകരിച്ചോ. ഇനി യോഗ്യതയില്ലെങ്കിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. യോഗ്യത ഉണ്ടാക്കണം. കുർബാന സ്വീകരിക്കാതെ വെറുതെ നിന്ന് പോകുന്നൊരു കുർബാന കാണൽ, പിന്നെ കുർബാന സ്വീകരിച്ചൊരു കുർബാന കാണാൻ, രണ്ട് തട്ടായിട്ട് ആരെ തിരിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. അങ്ങനെ രണ്ട് തരം കുർബാനയുണ്ടെന്ന്. കാരണം ഈശോ കുർബാന സ്ഥാപിച്ചപ്പോൾ ഇതെൻ്റെ ശരീരമാകുന്ന രക്തം നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, പാനം ചെയ്യാൻ തന്നെ പറഞ്ഞ് എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ കുർബാന സ്വീകരിച്ച് യേശുവുമായിട്ട് ഒന്നായി ചേരുന്നു. ഇനിയാണ് സമാപന ശുശ്രൂഷയിൽ യേശു ആശീർവദിച്ച് അയക്കുകയാണ്. എന്തിനാ അയക്കണമെന്നറിയാവോ? എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാര് അപ്പം ആശീർവദിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ഉത്തിതനായ യേശുവിനെ അവർ കണ്ടു.
തിരുവചനം പറയുന്നു. നിന്നെ ആശീർവദിച്ച് അയക്കുന്ന എന്തിനാണെന്നറിയാവോ? നീ റോട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവശനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനിൽ ഉത്തിതനായ യേശുവിൻ്റെ രൂപം കാണാൻ നിന്റെ കണ്ണ് തുറപ്പിച്ച് വിടുകയാണ് ഈ ശരീരം തന്നുകൊണ്ട്. നീ നിന്റെ കണ്ണങ്ങനെ തുറക്കാറുണ്ടോ? നീ അവശനിൽ യേശുവിനെ കാണാറുണ്ടോ? അത് വേറെ ചോദ്യം. കുർബാനയുടെ ദൈർഘ്യം 24 മണിക്കൂറാണ് ഒരു ദിവസം. 1 മണിക്കൂറോ അരമണിക്കൂറോ അല്ല, 24 hours മാസത്തിൻ്റെ ടൈം. എൻ്റെ ഫസ്റ്റ് പാർട്ടാണ് പള്ളിയിൽ, സെക്കൻഡ് പാർട്ട് വീട്ടിലും ജോലി സ്ഥലത്തൊക്കെയാണ്. അവിടെ നിന്റെ ഡ്യൂട്ടി ഇതാണ്. നീ ചെന്ന ഒരു അവശനെ കാണുമ്പോൾ നീ ഈശോയുടെ ശരീരം സ്വീകരിച്ച് കണ്ണു തുറക്കപ്പെട്ടവനാണ്. അവൻ്റെ മുഖത്ത് ഉത്തിതൻ്റെ രൂപം കാണാൻ സാധിക്കണം. എന്നിട്ട് ഈശോ പറഞ്ഞില്ലേ, നീയും പോയി അതുപോലെ ചെയ്യുക. നല്ല ശമറായൻ ഉപമയിൽ കർത്താവ് നൽകുന്ന നിർദ്ദേശം അത് പ്രാവർത്തികമാക്കലാണ് കുർബാനയുടെ 24 മണിക്കൂറിൽ 23 മണിക്കൂറും ചെയ്യേണ്ട കാര്യം. ആദ്യത്തെ 1 മണിക്കൂറാണ് പള്ളിയിൽ, അത് മസിൽ ഉറപ്പിക്കുന്ന സമയമാണ്. കർത്താവ് തൻ്റെ ശരീരവും രക്തത്തിൽ നിന്ന് നമ്മുടെ മസിൽ ഉറപ്പിക്കുകയാണ്. എന്തിനാ? അവശനെ എടുക്കാൻ, കഴുതപ്പുറത്ത് കയറ്റാൻ, സത്രത്തിൽ കൊണ്ട് എന്നാക്കാൻ, അവന് ആ സത്ര സൂക്ഷിപ്പുകാരന് കാശ് കൊടുക്കാൻ, ഇനി വേണമെങ്കിൽ തരാമെന്ന് പറയാൻ, അതിനൊക്കെ നിന്നെ ഒരുക്കുന്ന ശക്തിപ്പെടുത്തുന്ന ഭാഗമാണ് പള്ളിയിലെ കുർബാന. പള്ളിയിലെ കുർബാന, വീട്ടിലെയും ജോലി സ്ഥലത്തെയും കുർബാന, അങ്ങനെ 2 ഭാഗമുണ്ട് കുർബാനയ്ക്ക്. ചിലർക്ക് പള്ളിയിലത്തെ കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അടുത്ത ദിവസം കാണാം. ചിലയിടത്ത് ഭക്തി മൂത്തിട്ട് വല്ലവരുടെ നല്ല ചെരുപ്പുണ്ടെങ്കിൽ അത് എടുത്തിട്ടുണ്ട് പോകും. അതാണ് അവൻ്റെ കുർബാനയുടെ സമാപന ഭാഗം. ഈ ഒരു കാര്യം അത് ജാതി മത ഭേദമന്യേ അവശത അനുഭവിക്കുന്നവരിലേക്ക് തിരിയാത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാ നട്ടം തിരിച്ചിലുകളും. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒരു ജാതി വ്യത്യാസമില്ല. എല്ലാം നമ്മുടെ സഹോദരന്മാരാണ്. ഒരു വർഗീയ ചിന്തയും വേണ്ട. അവശത അനുഭവിക്കുന്നവനെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കലാണ് കുർബാനയുടെ മർമ്മപ്രധാനമായ പ്രവർത്തന മേഖല. അതിന് ശക്തിപ്പെടുത്തലാണ് ഈശോ തൻ്റെ ശരീരവും രക്തവും തന്ന് പള്ളിയിലെ കുർബാനയിൽ ചെയ്യുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കുർബാനയുടെ ഈ 9 ഭാഗങ്ങളിലൂടെ സജീവമായി സഞ്ചരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതിനു മുമ്പുള്ള കർത്താവിൻ്റെ താക്കീത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. ഒരുമയോടെ ഈ ബലി അർപ്പിച്ചില്ലെങ്കിൽ ശിക്ഷാവിധിയായിരിക്കും നീ സ്വീകരിക്കുക. അത് എന്നോടും നിങ്ങളോടും ഈശോ പറയുന്ന താക്കീതാണ് തിരുവചനങ്ങളിലൂടെ. ഒരുമയോടെ മാത്രം ബലിയർപ്പിക്കുക. അല്ലെങ്കിൽ ബലിവസ്തുക്കൾ അവിടെ വെച്ച് ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടുക, എന്നിട്ട് മതി എനിക്ക് നിന്റെ ബലി. ആമുഖ ശുശ്രൂഷ, യേശുവിൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള പാക്കേജ് മറക്കരുത്. വചന ശുശ്രൂഷ, കുന്നിൻ ചെരുവിലും കടൽ തീരത്തും സിനഗോഗിലും വചനം പ്രഘോഷിച്ച് യേശുവിനോടൊപ്പമുള്ള വചന പ്രഘോഷണം. ഒരുക്ക ശുശ്രൂഷ, കർത്താവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ ഓർക്കല്, കർത്താവിൻ്റെ കുരിശുമരണം, കല്ലറിയിൽ സംസ്കരിക്കുന്ന ഓർക്കല്. അനാഫ്ര, കുദാശവചനം, റൂഹാഷണ പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ ശരീരക്തമായി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്ന നിമിഷങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ. ദ ഹോൾ അനാഫ്രൈസ് കോൺസെക്രേറ്ററി മറക്കരുത്. അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം, ദൈവവുമായുള്ള ബന്ധത്തിൽ പാപം മൂലം വന്ന മുറിവുണക്കുന്ന പ്രാർത്ഥനാ ഭാഗം. വിഭജന ശുശ്രൂഷ, തിരുവോസ്തി 2ആയിട്ട് മുറിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണം, തിരുവോസ്തി തിരുരക്തത്തിൽ മുക്കുമ്പോൾ ശരീരരക്തവുമായുള്ള സംയോജനം, വിഭജിച്ച ഭാഗങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ യേശുവിൻ്റെ ഉത്ഥാനം അനുഷ്ഠിക്കപ്പെടുന്നു, മറക്കരുത്. അനുരഞ്ജന ശുശ്രൂഷ 2-ാം ഭാഗം, കലഹം മാറ്റി ഭിന്നത നീക്കി ഈശോയെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുങ്ങല്. ദൈവൈക്യ ശുശ്രൂഷ, ഈശോയെ സ്വീകരിക്കല് യോഗ്യതയോടുകൂടി, യേശുവുമായി ഒന്നായി ചേരല്. അവസാനം സമാപന ആശീർവാദം. ഈശോ നമ്മെ ആശീർവദിച്ചയക്കുകയാണ്. എന്തിനാ? എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ തൻ്റെ ശരീരം സ്വീകരിച്ച് കണ്ണ് തുറക്കപ്പെട്ടവരായി, കാഴ്ചയുള്ളവരായി, ഉത്തിതനായി യേശുവിനെ തിരിച്ചറിഞ്ഞതുപോലെ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവശരെ കാണുമ്പോൾ
അവൻ്റെ മുഖത്ത് അവളുടെ മുഖത്ത് ഉത്തിതനായ യേശുവിനെ കാണാൻ കാഴ്ചയുള്ളവരായി ഇറങ്ങി തിരിച്ചുകൊണ്ട് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ് യേശുവിൻ്റെ വചനങ്ങൾ ഓർത്ത് നല്ല ശമ്രായനെ പോലെ അവശരെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്താൻ, സത്രത്തിൽ കൊണ്ട് ചെന്നാക്കാൻ, മുറിവുകളിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ചു കെട്ടി സത്രത്തിൽ കൊണ്ട് ചെന്നാക്കി സത്ര സൂക്ഷിപ്പുകാരന് വേണ്ടത് കൊടുക്കാൻ പൈസ പണം കൊടുത്ത് ഇനിയും വേണമെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് ശാന്തിയിൽ സമാധാനത്തിലും വീടുകളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഇതാണ് കുർബാന. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുർബാന. ആദ്യ ഭാഗം പള്ളിയിലും രണ്ടാം ഭാഗം വീട്ടിലും ജോലിസ്ഥലത്തും. അങ്ങനെ കുർബാന കൂദാശകളുടെ കൂദാശയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി രക്തം ചിന്തിക്കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന ഈ വലിയ നിധി അനുഭവിക്കാൻ ഞാനും നിങ്ങളും പ്രാപ്തരാകട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ യേശുവിനോടൊപ്പം ബലിയിൽ പങ്കുചേർന്ന അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ.